എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അനുഗ്രഹം ഭയങ്കര സന്തോഷത്തോടു കൂട്ടാണ് പ്രിയാമണിയുടെ മാഷിന്റെ അരിയിലേക്ക് വരുന്നത്. അപ്പൊ അരുന്ധതി വന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് പെണ്ണ് കാണി ചടങ്ങും കാര്യങ്ങളും എല്ലാം നടന്നു. അപ്പൊ അത് ഇവരോട് പറയണമല്ലോ. അങ്ങനെ വന്നിട്ട് മാഷിനോടും പ്രിയാമണിയോടും പറഞ്ഞു, അതെ എന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു അത്. എന്താണെന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഇത് കേട്ടതും മാഷോട് അറിയില്ല, എന്നാലും ഒന്ന് ഗസ് ചെയ്ത് നോക്ക കിട്ടുമോന്നറിയാലോ. ഒരു കാര്യം ചെയ്യാം, അമ്മ തന്നെ ഗസ് ചെയ്യാൻ പറയണം. പ്രിയാമണിയോട് പറഞ്ഞു. ഇപ്പൊ പ്രിയാമണിക്ക് ഭയങ്കര നെഞ്ചിടിപ്പ്. കാരണം അറിയാലോ കാര്യം എന്താന്ന്, വിനോദമായിട്ടുള്ള കല്യാണം. പക്ഷെ ഇവളിങ്ങനെ സന്തോഷിക്കുന്ന സമയത്ത് സുചിത്ര ഉള്ളിലിരുന്ന് കരയുവാണ്. അതോർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാ. അനുഗ്രഹം കുറ്റം പറയാനായിട്ട് പറ്റില്ല. അവൾക്ക് സുചിത്രയും പ്രിയോനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് പ്രിയാമണിയോട് പറഞ്ഞു, അമ്മ എന്താ ഇങ്ങനെ നോക്കണേ, അമ്മ എന്തെങ്കിലും ഗസ് ചെയ്തെന്ന് പറയാൻ പറയണം. മാഷ് പറഞ്ഞു, എനിക്കറിയില്ല കാര്യം എന്താ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ അതാണോന്ന് ചോദിക്കണം. അതൊന്നും അല്ല, അതെ എൻ്റെ വിവാഹം ഉറപ്പിച്ചെന്ന് പറയണം. അത് കേട്ടതും മാഷ് അത്ഭുതം നടിച്ചു ചോദിച്ചു, അല്ല വിവാഹം ഉറപ്പിച്ചോന്ന് ചോദിക്കും. അതെ, വരൻ ആരാന്നറിയുമ്പോൾ നിങ്ങൾ ശരിക്കും ഞെട്ടു എന്ന് പറയണം. ആരാന്നറിയാവോ? മഹേഷേൻ്റെ അനിയൻ വിനോദ് മാളിയേക്കലാന്ന് പറയണം. ഒരു നിമിഷം പ്രിയാമണിക്ക് സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം ഒരു വശത്ത് ഇവള് സന്തോഷിക്കുന്നു, മറുവശത്ത് സുചിത്ര ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് പ്രിയാമണി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്കറിയാം അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നു. ശരിക്കും പറഞ്ഞാൽ കല്യാണം പോലും വേണ്ടെന്ന് വെച്ചിരുന്ന ആളാണ് ഞാൻ. എൻ്റെ അമ്മയ്ക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പിന്നെ വിനോദ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര പ്രിയപ്പെട്ട വിനോദം, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് തന്നെയായിരുന്നു. കുറേ ആലോചിച്ചതിന് ശേഷമാണ് ഞാനിങ്ങനെ തീരുമാനം എടുത്തത്. എനിക്ക് വിനോദിനെ ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ വിനോദിനോട് സംസാരിച്ചതെന്ന് പറയണം. അതിനുശേഷം ബാഗിനകത്തും 2 ചോക്ലേറ്റ് എടുത്ത് ഒന്ന് പ്രിയാമണിക്കും ഒന്ന് മാഷിനും കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ അച്ഛന് ഷുഗർ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ സന്തോഷമുള്ള ദിവസമല്ലേ, മധുരം കഴിക്കണം. നമ്മൾ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞാൽ പിന്നെ മധുരം കഴിക്കേണ്ടതെന്ന് ചോദിക്കുകയാണ്. പ്രിയാമണിക്ക് കണ്ണൊക്കെ നിറഞ്ഞു. എന്താ അമ്മ കണ്ണ് നിറയുന്നത്? സന്തോഷം കൊണ്ടാണോ? എനിക്കറിയാം അമ്മയ്ക്ക് സന്തോഷമായി കാണുമെന്ന്. അമ്മയുടെ മോള് തന്നെയല്ലേ ഞാനെന്ന് ചോദിക്കണം. അത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, നല്ല ഐശ്വര്യമുള്ള കുട്ടിയാണ് നീ എവിടെ ചെന്ന് കയറിയാലും നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. ഞങ്ങളുടെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. നിനക്ക് നല്ലൊരു ജീവൻ തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷ് അനുഗ്രഹിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യാം, അകത്തേക്ക് എല്ലാം പറയണം. അല്ല സുജി എന്തേന്ന് ചോദിക്കാം. സുചിത്ര മുറിയിലുണ്ടെന്ന് പറയണം. പിന്നീട് ഞാൻ അവളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം അകത്തേക്ക് പോണ സമയത്ത് ദയനീയമായിട്ട് മാഷിനെ ഒന്ന് നോക്കുകയാണ് പ്രിയാമണി. പാവം സുജി, അവളുടെ അവസ്ഥ ഇപ്പം എന്തായിരിക്കും? അനുഗ്രഹം സന്തോഷിക്കുന്ന സമയത്ത് ഇത് കേട്ടതും മാഷ് പറഞ്ഞു, അനുഗ്രഹം നല്ല കുട്ടിയാ, അവൾ കണ്ടോ സംസാരിച്ച് കേട്ടോ, എനിക്ക് അവളെയും വെറുക്കാൻ പറ്റുന്നില്ല. പക്ഷെ സുചിത്രയുടെ സങ്കടം ഓർക്കുമ്പോഴോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പ്രിയാമണി എന്ന് പറയാം, എന്ത് ചെയ്യാൻ പറ്റും, അവളുടെ വിധി അതായിരിക്കും, അത് അവൾ അനുഭവിച്ചാൽ മതിയാവുള്ളൂ. അപ്പം നമ്മളാരും ഒന്നും ചെയ്തിട്ടല്ലോ, ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട് മാഷേ, അതെങ്ങനെ പോലും അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ. ഇനിയിപ്പോൾ വിനോദിനെ കെട്ടാൻ സുചിത്രയ്ക്ക് യോഗം ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നടക്കും. നമ്മളിപ്പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നൊക്കെ പറയണം. സുചിത്ര ഈ സമയത്ത് ഓരോന്നൊക്കെ എടുത്ത് വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോഴേക്കാണ് അനുഗ്രഹം അങ്ങോട്ട് ചെല്ലുന്നത്. കഥം തുറന്ന് അനുഗ്രഹം പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും സുചിത്രയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. പിന്നീട് അനുഗ്രഹം എന്നിട്ട്, എന്താ സുജി നീ വല്ലാതിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറയണം. അതെ ഓഫീസിൽ വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ? അതെ എനിക്കിന്നൊരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം. ഒന്നും അറിയത്തില്ലാത്ത മറ്റേ സുചിത്ര ചോദിച്ചാൽ എന്താ? അതൊക്കെ ഉണ്ട്, എൻ്റെ കല്യാണം അങ്ങോട്ട് ഉറപ്പിച്ചെന്ന് പറയണം. ഇത് കേട്ടതും സുചിത്ര ഒന്നും മിണ്ടിയില്ല. എന്താ സുജി നീ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ഇരിക്കണേ, വരനാരാന്ന് ചോദിക്കുക, നിനക്ക് അറിയാവുന്ന ഒരാൾ തന്നെയാന്ന് പറയണം. പിന്നീട് പറയണം, അതെ വിനോദും ഞാനും നമ്മളെ കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത്. എനിക്ക് വിനോദിനെ ഇഷ്ടമായിരുന്നു, ഞാൻ വീട്ടുകാരോട് പറഞ്ഞു. ഇങ്ങനെ ഇന്ന് പെണ്ണ് കാണി ചടങ്ങൊക്കെ കഴിഞ്ഞെന്ന് പറയണം. ഇത് കേട്ട സുചിത്ര ഒന്നും മിണ്ടായിരിക്കുക. നീ എന്തോന്നും മിണ്ടായിരിക്കുന്നേ? ഇത്ര ഒരു കാര്യം നടന്ന് നീ എൻ്റെ ഒന്ന് കൺഗ്രാസ് പറയാത്ത എന്താ? അതെ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, നിനക്ക് ഈ വിവാഹം നടക്കുന്ന ഇഷ്ടമുണ്ടെങ്കിൽ നീ എനിക്കൊന്ന് കൺഗ്രാസ് പറ എന്ന് പറയണം. സുചിത്ര ഒന്നും മിണ്ടായിരിക്കണം. പറ സുജി നീ എന്താണെന്നും മിണ്ടാത്തെന്ന് ചോദിക്കുകയാണ്. അവസാനം സുചിത്ര കൈയെടുത്ത് അനുഗ്രഹയുടെ കയ്യിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, കൺഗ്രാസ് എന്ന് പറയണം. അനുഗ്രഹം പറഞ്ഞു, എനിക്കറിയാം നിനക്ക് എന്നെ ഇഷ്ടമാണ്, അതുകൊണ്ടല്ലേ എന്ന് ചോദിക്കണം. എനിക്ക് അവനോട് അങ്ങനെ ആദ്യമൊന്നും താല്പര്യമൊന്നും ഇല്ലായിരുന്നു, പ്രണയം തോന്നിയിട്ടില്ല. പക്ഷെ അവസാന നിമിഷം എനിക്ക് അങ്ങനെ എന്തോ തോന്നിയത്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, എനിക്കെന്താണെങ്കിലും അവനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അവനവൻ്റെ ഏട്ടൻ പറയുന്നതിന് അപ്പുറം ഇല്ലാന്ന് തോന്നേ. അവനും ഇഷ്ടമാണെന്ന് പറഞ്ഞു പറയണം. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് സുചിത്രയ്ക്ക് നല്ല സങ്കടം വന്നു. സുചിത്ര അതെ എനിക്കൊന്ന് കുളിക്കണം, ഞാൻ കുളിച്ചിട്ടില്ല, ബാത്റൂമിൽ കയറട്ടെ എന്ന് പറഞ്ഞിട്ട് സുചിത്ര പെട്ടെന്ന് ബാത്റൂമിലേക്ക് കയറുവേണം. ബാത്റൂമിൽ കയറിയിട്ട് ഷവർ ഓൺ ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് വാവട്ട് നിലവിളിക്കുക. കാരണം ഇതൊരു കാരണവശാലും അനുഗ്രഹം അറിയാൻ പാടില്ല, അത്ര സന്തോഷത്തിൽ അനുഗ്രഹം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, വിനോദിന് തന്നെ വേണ്ടെന്ന് പറയുന്നിടത്ത് അനുഗ്രഹിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അനുഗ്രഹിക്ക് എല്ലാവരും അറിയത്ത് പോലുമില്ല താനും
വിനോദം തമ്മിൽ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അനുഗ്രഹ മുറിയിൽ നിന്ന് ഇറങ്ങി പ്രിയാമൻ്റെ മാഷിൻ്റെ അടുത്തേക്ക് എന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ആ സമയം ഇഷിതയുടെ നെഞ്ചിനകത്തൊരു കല്ല് കയറ്റി വെച്ച് ഭാരത്തോടെ ഇരിക്കുകയാണ്. പാവം സുജി അവളെക്കുറിച്ച് ഓർത്തപ്പോൾ നല്ല ടെൻഷനാണ്. ഒരുപക്ഷെ താൻ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ മഹേഷിനോട് സംസാരിക്കേണ്ടതായിരുന്നു. അങ്ങനെ സംസാരിക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ട സമയത്ത് പറയാതിരുന്നിട്ട് പിന്നെ നമ്മൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ലോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട്. എന്നാലും വിനോദിന് എങ്ങനെ തോന്നി ഇത്രയും കാലം സ്നേഹിച്ചിരുന്നിട്ട് സുഹിത്രയെ വേണ്ടെന്ന് വെക്കാനായിട്ട്? ഒരുപക്ഷെ മഹേഷ് പറഞ്ഞുകൊണ്ടായിരിക്കാം വിനോദ് സുഹിത്രയെ വേണ്ടെന്ന് വെച്ച്. അന്നും വിനോദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടൻ പറയണം, ഏട്ടൻ പറയുന്നത് എന്താണോ അതോ താൻ അനുസരിക്കുള്ളെന്ന്. അങ്ങനെയാണെങ്കിൽ ഏട്ടന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ ഈ വിവാഹത്തിന് ഇപ്പോൾ സമ്മതിച്ച് വിനോദ്. അങ്ങനെ ഒരു ചിന്തയൊക്കെ ഇഷിതയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ആ സമയം മുറിയിൽ മഞ്ജിമ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കൈലാസ് അങ്ങോട്ടേക്ക് കയറി വന്നു. കൈലാസ് വന്നു കഴിഞ്ഞിട്ട് മഞ്ജിമയായിട്ട് സംസാരിക്കുന്ന ഇടയ്ക്ക് ഇഷിത കയറി വന്നു. ഇഷിതയെ കുറിച്ചുള്ള സംസാരം അവരുടെ ഇടയിലേക്ക് വരുവാണ്. പിന്നീട് പറഞ്ഞു, അല്ല നിന്റെ അനിയത്തി വലിയ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. എന്താ അങ്ങനെ തോന്നാനായിട്ട്? അല്ല ഗർഭിണിയൊന്നും അല്ലല്ലോ, ഗർഭിണിയാന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെ കോലാഹലങ്ങളാണെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ മഞ്ജിമ പറഞ്ഞു, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇഷിതയ്ക്ക് കുട്ടികളുണ്ടാവില്ല എന്നാ പറഞ്ഞേ, ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ കൈലാസ് പറഞ്ഞു, വെറുതെ പറയുന്ന എന്ത് കുട്ടികളുണ്ടാവില്ല എന്നൊക്കെ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എനിക്ക് തോന്നുന്നത് അവർ തമ്മിൽ ഇതുവരെയായിട്ടും വേറൊരു റിലേഷനും ഉണ്ടായിട്ടില്ലെന്ന് തോന്നിയെന്ന് പറയണം. അതെങ്ങനെ നിനക്കറിയാം? അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധമൊക്കെ നമുക്കില്ലേ? നമ്മൾ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്, അവരെ കണ്ടാൽ തന്നെ അറിയാൻ പാടില്ലെന്ന് ചോദിക്കുവാണ്. അതുകൊണ്ടാണ് കുട്ടികളുണ്ടാവത്തെ. ഇത് കണ്ടോ, ഇത് മിക്കവാറും മഹേഷിന്റെ കൈപ്പിടിയിലൊന്നും ഈ പറയുന്ന ഇഷിത ഒതുങ്ങൂല. ഇഷിത മിക്കവാറും മഹേഷിനെ തേച്ചിട്ട് നല്ലൊരു ചുള്ളം ചക്കൻ്റെ കൂടെ ആരുടെയും കൂടെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കാരണം ഇഷിതനെ ഇപ്പോഴും കാണാൻ നല്ല സുന്ദരിയാണ്. കല്യാണം കഴിഞ്ഞാന്നും പറയത്തില്ല. ഇത് കേട്ടതും കൈലാസിനെ എന്തെങ്കിലും ഇരുത്തി നോക്കി മഞ്ജിമ. നീ എൻ്റെ തന്നെ നോക്കുന്നേ, ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞേ. ഇഷിതനെ കണ്ടില്ലേ, അവളുടെ ബോഡി ഷേപ്പ് തന്നെ നോക്കാൻ പറയണേ. ഇത് കേട്ടോ മഞ്ജിമയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മഞ്ജിമ നിങ്ങൾ അതൊക്കെ നോക്കി നടക്കുവാണെന്ന് നിൽക്കും. അല്ല ഞാനങ്ങോട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. ഇഷിത അത്ര ഗ്ലാമർ ആകുമ്പോൾ പോരാത്തതിന് ഡോക്ടർ, ഇത്ര നല്ലൊരു ഗ്ലാമറുള്ള പെണ്ണ് ഇയാളുടെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കണം. ഇയാളാണ് ചില സമയത്ത് നിന്റെ ആംഗ്ലയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വെട്ടുപോത്തിൻ്റെ സ്വഭാവം അല്ലേ കാണിക്കണേന്ന് ചോദിക്കണം. മഞ്ജിമ പറഞ്ഞതേ മഹേഷിനെ കുറ്റം പറഞ്ഞാണ്ടല്ലോ, പിന്നെ കുറ്റം പറയുന്നതുകൊണ്ടാണ് കുഴപ്പം, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞു, അതെ കൂടുതൽ നിങ്ങൾ അതിനകത്ത് ചെകേണ്ട, അവരവരുടെ ജീവൻ ജീവിച്ചോളൂ, നിങ്ങൾ അതിനകത്തേക്ക് തലയിട്ട് അത് കുളവാക്കണ്ടെന്ന് പറയണം. ഇത് കേട്ടാൻ കൈലാസ് പറഞ്ഞു, ഞാൻ പറയാനുള്ളൂ പറഞ്ഞു, ഇനി നിന്റെ ഇഷ്ടം എന്താ വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും അറിയത്തില്ലാത്ത മട്ടിൽ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. എന്നിട്ട് കൈലാസ് ഓർത്തു, അവളെ എങ്ങനെയൊന്നും വരുതിയിലാക്കണമല്ലോ. അവനും അവളും തമ്മിൽ യാതൊരു ബന്ധമില്ല, അത് താൻ ചെവി കേട്ടാണ്. പക്ഷെ അത് പറയാൻ പറ്റില്ലോ മഞ്ജുമയോട്. അങ്ങനെയാണെങ്കിൽ അവളെ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കണം, അതിനെന്തേലും ചെയ്തേ മതിയുള്ളൂ, എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ഇഷിത മുറിയിലിരിക്കുമ്പോഴത്തേനും മഹേഷ് അങ്ങോട്ടേക്ക് കയറി വന്നു. പിന്നീട് മഹേഷ് വിനോദിൻ്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കല്യാണം എങ്ങനെ നടത്തണം അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയം ഇഷിതയ്ക്ക് നല്ല സങ്കടം വന്നു. പിന്നീട് പറഞ്ഞു, ഞാൻ ചോദിക്കണമെന്ന് കരുതിയിരിക്കുക, ഈ കല്യാണക്കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് നിനക്കൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണല്ലോ. എന്താ ഇഷിത, നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാണ്ടോ നിൽക്കും? ഒന്നുമില്ലാന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് ഇഷിത അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു. ആ സമയം സ്വപ്നവലി ഹാളിലുണ്ടായിരുന്നു. സ്വപ്നവലി വന്നിട്ട് ചോദിച്ചു, അല്ല മോളെ നിന്റെ മുഖം എന്താ വല്ലായിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ലാന്ന് പറയണം. മഹേഷുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? മഹേഷുമായിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അല്ല ഞാൻ ചോദിച്ചാ ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അതോർത്ത് ചോദിച്ചാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ലാന്ന് പറയണം. ഇനിയിപ്പം മഹേഷിന് എന്തെങ്കിലും മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം ഓരോ നിമിഷവും മഹേഷ് വേറെയുള്ളവരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഓരോരുത്തരുടെ മനസ്സിലെന്താന്ന് എങ്ങനെ അറിയണേ? പ്രത്യേകിച്ച് ഈ ആണുങ്ങളുടെ മനസ്സിൽ, അവരുടെ മനസ്സിൽ എന്താന്ന് നമുക്കൊന്നും കണ്ടുപിടിക്കാൻ പോലും പറ്റില്ല എന്ന് പറയണം. ഇതും പറഞ്ഞുകൊണ്ട് ഇഷിത അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ സ്വപ്നവലി വിചാരിച്ചു, ഒരു പക്ഷേങ്കിൽ മഹേഷ് ഈ കല്യാണക്കാര്യത്തെക്കുറിച്ചൊക്കെ ഇഷിതയോട് മുമ്പ് പറയാത്തതിൻ്റെ സങ്കടം കൊണ്ടായിരിക്കും ഇഷിത ഇങ്ങനെയൊക്കെ പറഞ്ഞേ എന്നൊക്കെ സ്വപ്നവലി വിചാരിക്കുകയാണ്. ഈ സമയം കൈലാസ് പിന്നീട് ചില കാര്യങ്ങൾ തീരുമാനിച്ചു. ഇഷിതേനെ എങ്ങനെയെങ്കിലും മുറിയിൽ കൊണ്ടുവരണം. അതിനുവേണ്ടി ഒരു നാളാൻ കളിക്കുകയാണ്. പനിയാന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, കൈലാസ് അവിടെ കയറി കിടന്നു, മുറിയിൽ കയറി കിടന്നു. പിന്നീട് മഞ്ജിമയോട് പറഞ്ഞു, അതെ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്, പനിക്കാനുള്ള ലക്ഷണങ്ങളാണെന്ന് തോന്നുന്നത് പറയണേ. ഇത് കേട്ടപ്പോൾ മഞ്ജിമ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ഇഷിതയോട് വെച്ചാൽ ടാബ്ലറ്റ് എന്തെങ്കിലും മേടിച്ചുകൊണ്ടിരാന്ന് പറയണം. നീ ഒരു കാര്യം ചെയ്യുക, ഇഷിതേനെ ഇങ്ങോട്ട് വിളിക്കുക, അവൾ വന്ന് പനിയൊക്കെ നോക്കട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞുകൊണ്ട് കൈലാസ അവിടെ കിടക്കുവാണ്. ഈ സമയം മഞ്ജിമ എന്ത് ചെയ്യണം, പോയി ഇഷിതയോട് പറഞ്ഞു, അതെ നല്ല പനിയുണ്ടെന്ന് തോന്നുന്നു കൈലാസിന്, ഒന്ന് വന്ന് നോക്കുമെന്ന് ചോദിക്കണം. അപ്പം അവൾക്ക് പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളൊന്നും തോന്നിയില്ല ഇഷിതയ്ക്ക്. ഇഷിത പറഞ്ഞു, അതിനെന്താ ഞാൻ നോക്കാമെന്ന് പറയണം. ഞാനൊരു കാര്യം ചെയ്യാം, കൈലാസിന് ഞാനൊരു ചായ വെക്കാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് ഇങ്ങോട്ട് പോയി. ഈ സമയത്ത് ഇഷിത അങ്ങോട്ട് മുറിയിലേക്ക് കയറി വന്നു. കയറി വന്ന സമയത്ത് കൈലാസ് കിടക്കുമായിരുന്നു. പിന്നീട് ഇഷിത വന്നിട്ട് പറഞ്ഞതേ
കൈലാസനൊന്ന് പനിയുണ്ടോ, ഒരു കാര്യം ചെയ്യാം, ഞാൻ മെഡിസിൻ തരാമെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കൈലാസ് പറഞ്ഞു, ഒന്ന് നോക്കിയാൽ മതി, പനിയുണ്ടോ എന്ന് നോക്കാൻ പറയാണ്. ഇത് കേട്ടതും ഇഷിത പറഞ്ഞു, പനിയുണ്ടോ എന്ന് നോക്കാനുള്ള ഇതൊന്ന് തെർമോമീറ്റർ എൻ്റെ കയ്യിലില്ല, പനിയുണ്ടെങ്കിൽ അറിയാലോ, കൈലാസേന അറിയാലോ എന്നൊക്കെ പറയാണ്. ഇത് പറഞ്ഞിട്ട് മെഡിസിൻ എടുക്കാനായിട്ട് അങ്ങോട്ട് തിരിയണ സമയത്ത് കൈലാസം എഴുന്നേറ്റ് വന്നിട്ട് ഇഷിതനെ മുട്ടിയൊരുമ്പി വന്നിട്ട് ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. ഒരു നിമിഷം ഇഷിതയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയപ്പേ. ഇഷിത ഒരിക്കലും പ്രതീക്ഷ കാര്യമില്ല. ഇഷിത വെച്ച് കൈലാസേന എന്താ കാണിക്കണമെന്ന് ചോദിക്കുക. അത് പിന്നെ എനിക്ക് പനിയുണ്ടോയെന്നോ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ കൈ എടുത്തോണ്ട് വന്ന് നെറ്റിയിലേക്ക് വെക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഇഷിത കൈ അങ്ങോട്ട് പിൻവലിച്ചു. ഇഷിതയ്ക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് അങ്ങോട്ട് തോന്നുകയാണ്. പിന്നീട് പറഞ്ഞ് കൈലാസേന അങ്ങോട്ട് മാറാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറാൻ നിർമ്മത്തിന് ആ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ്. ഇഷിത ഒരു നിമിഷം ഞെട്ടിപ്പോവാണ്. ഇഷിതയ്ക്ക് മനസ്സിലായി ആള് ശരിയല്ലെന്നുള്ള ഇത്. പെട്ടെന്ന് തന്നെ ആ കയ്യും തട്ടി മാറ്റിയിട്ട് മെഡിസിനും കൊടുക്കാതെ ഇഷിത മുറിയിൽ നിന്ന് പുറത്തിറങ്ങുവാണ്. കൈലാസിന് മനസ്സിലായി ഒറ്റയടിക്കൊന്നും ഇവളങ്ങനെ വീഴുന്ന ടൈപ്പല്ലെന്ന്. ഇഷിതയ്ക്ക് ആ പാടെ സമനിലെത്തുന്ന തോന്നി. കാരണം മഞ്ജുമേച്ചി ഇവിടെ ഈ സമയത്ത് എന്തെങ്കിലും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലെല്ലാവരും അറിയും. അത് പിന്നെ വല്ലാത്ത പ്രശ്നമായി തീരും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ തല പോഞ്ഞ് ആലോചിച്ച് ഇഷിത ഇരിക്കുക. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനിട്ടൊരു പണി കൊടുക്കാൻ തന്നെ ഇഷിത തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.